നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കായിട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കാണ് സിന്ധു നദി. പെട്ടെന്ന് തന്നെ കിടക്കാം സിന്ധു നദിയിലേക്ക്. നമുക്ക് ഹിമാലയ നദികളിൽ പ്രധാനപ്പെട്ട നദിയാണ് സിന്ധു നദി. അറിയാം, പ്രധാനപ്പെട്ട ഹിമാലയ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി. സിന്ധു നദിയെ കുറിച്ച് തന്നെ പഠിക്കാം. സിന്ധു നദിയുടെ ഉത്ഭവ സ്ഥാനം തന്നെ തുടങ്ങാം. സിന്ധു നദി ഉത്ഭവിക്കുന്നത് നമുക്കറിയാം അങ്ങ് ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ്. ഓർത്ത് നോക്കുക, സിന്ധു നദിയെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഉത്ഭവം പഠിക്കുക. സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസരോവർ തടാകം. പിന്നെ സിന്ധുവിനെ പറ്റി പഠിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ആൾക്കാർക്ക്, കേരളക്കാർക്ക് പഠിക്കാൻ. കാരണം സിന്ധു എന്നുള്ള പേര് നമ്മുടെ ആരൊരു സിന്ധു ചേച്ചി ഉണ്ടാകും, നമ്മുടെ വീടിനടുത്തൊരു സിന്ധു ചേച്ചി ഉണ്ടാകും. അത് ഒട്ടുമിക്കവാറും ചിലപ്പോൾ നമ്മുടെ വീടിന് പടിഞ്ഞാറ് വശത്ത് തന്നെ ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് എളുപ്പമാണ് സിന്ധുവിനെ പറ്റി പഠിക്കാൻ. ഓർത്ത് വെക്കുക, ഹിമാലയ നദികളിൽ ഏറ്റവും വലുതാണ് സിന്ധു നദി. അതുപോലെ തന്നെ ഹിമാലയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന, വീടിന് പടിഞ്ഞാറ് വശത്ത് സിന്ധു ഉണ്ടാകും, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക നദി സിന്ധു തന്നെയാണ്. ഓർത്ത് വെക്കുക, ഹിമാലയ നദികളിൽ ഏറ്റവും വലുത് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധുവാണ്. പടിഞ്ഞാറ് വശം സിന്ധു എന്ന് പറഞ്ഞ ചേച്ചിയുള്ളവർക്ക് പെട്ടെന്ന് ക്ലിക്കാവും. ഓക്കെ, അത് കിട്ടിയല്ലോ. പിന്നെ നീളം, സിന്ധു തീര നീളം എന്ന് പറയുന്നത് നമുക്കറിയാം 750 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 1114 തർക്കമുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ എടുക്കുക, അങ്ങ് തീരുമാനിക്കുക. ഓക്കെ, ഇനി സിന്ധുവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ 2 രാജ്യങ്ങളിലായിട്ട് കിടക്കുന്നതാണ്. ഇന്ത്യയിലും പാകിസ്ഥാനിലും കൂടെ കിടക്കുന്നതാണ്. കൂടുതൽ ഭാഗവും പാകിസ്ഥാനിലാണ്. 2880 കിലോമീറ്ററോളം പാകിസ്ഥാനിലൂടെയാണ് സിന്ധു ഒഴുകുന്നത്. സോ കൂടുതലും പാകിസ്ഥാനിലാണ് സിന്ധുവിൻ്റെ ഇതുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു. പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. ഇതൊക്കെ സിന്ധുവാണ്. നമ്മുടെ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ഒരു നദി സിന്ധുവാണ്. ഈ പാകിസ്ഥാനിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം, പാകിസ്ഥാനിലൂടെ ആണ് സിന്ധു വെച്ച് രണ്ട് രാജ്യങ്ങളായിട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 2 രാജ്യങ്ങളാകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ അയൽവക്കമായ സിന്ധു ചേച്ചിയായിട്ട് നമ്മുടെ രസത്തിലെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഉണ്ടാകും, സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാം, പാകിസ്ഥാനായിട്ടാണ് നമ്മൾ സിന്ധുവിനെ ഉപയോഗിക്കുന്നത്. കൂടുതലും പാകിസ്ഥാനിലാണ്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കരാർ പോകും. സോ അതുപോലെ തന്നെ സിന്ധു നദിക്ക് വേണ്ടി ഒരു കരാറുണ്ട്. അത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള സിന്ധു നദിയിലെ കരാറുണ്ട്. അവർക്ക് അങ്ങനെ കരാർ, ഈ വെള്ളത്തിന് വേണ്ടിയുള്ള കരാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കരാർ പ്രകാരം കരാർ വന്നിട്ടുള്ളത് 1960 സെപ്റ്റംബർ 19 ഓർത്ത് നോക്കുക. സിന്ധു നദിയിലെ ജലത്തെക്കുറിച്ചുള്ള ഇതിന് വേണ്ടി ഒരു കരാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. 1960 സെപ്റ്റംബർ 19 ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനുമാണ്. അതാണ് സിന്ധു നദീ ജല കരാർ. ഇതല്ലെങ്കിൽ സിന്ധുവിലേക്ക് തിരിച്ചു വരാം. സിന്ധുവിൻ്റെ നമ്മൾ പറഞ്ഞു ഹിമാലയൻ നദികൾ പടിഞ്ഞാറൊഴുകുന്നത്. സോ അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയും സിന്ധുവാണ്. ഓർത്ത് നോക്കുക, അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയും സിന്ധുവാണ്. സിന്ധു പിന്നെ ലഡാക്ക് സസ്കർ ഓർക്കുക. ലഡാക്ക് സസ്കർ എന്ന 2 ഭീമന്മാരായ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു പാവം പെൺകുട്ടിയാണ് സിന്ധു. ഓർത്ത് നോക്കുക, അതുകൊണ്ട് ഓർത്ത് നോക്കുക. അതൊക്കെ ചോദിക്കാം, അങ്ങനെയൊക്കെ ചോദിക്കാം. മറ്റേ ഓപ്ഷൻസ് ക്വസ്റ്റ്യനിൽ ഇന്ന കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇതിൽ ശരിയായത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്കിത് ഉപയോഗപ്രദമാകും. അപ്പോൾ ശ്രദ്ധിക്കുക, ലഡാക്ക് സസ്കർ തുടങ്ങിയ 2 മലനിരകൾക്കിടയിൽ ഒഴുകുന്ന നദി സിന്ധുവാണ്. പിന്നെ ലഡാക്കിലെ ലേയെ ചുറ്റി ഒഴുകുന്നത് സിന്ധു. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി സിന്ധുവാണ്. ഓക്കെ, ഇത്രയും കാര്യം സിന്ധുവിനെ പറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ സിന്ധു നദി പാകിസ്ഥാനിലേക്കാണ് ഒഴുകുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദിയാണ് സിന്ധു. കൂടുതൽ ഭാഗവും പാകിസ്ഥാനിലാണ്. സോ ഇന്ത്യയിലെ ചില്ലാർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, ഓർത്ത് നോക്കുക, ഇന്ത്യയിലെ ചില്ലാർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് കിടക്കുന്നത്. സോ ഓർത്ത് നോക്കുക, ഇന്ത്യയിലൂടെ ഒരു സാധനം ഉപയോഗിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചില്ലാക്കിയ സാധനം വിടാറുള്ളൂ, നമുക്കറിയാലോ, ചിൽഡാക്കി വിടാറുള്ളൂ. സോ ഇന്ത്യക്കാർ അങ്ങനെ ചില്ലാക്കിയാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചില്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, ഇനി സിന്ധുവിനെ പറ്റി മറ്റു വിശേഷണങ്ങളാണ് നമ്മുടെ ഋഗ്വേദത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യക്ക് ഇൻഡസ് സിന്ധു അല്ലെങ്കിൽ ഇൻഡസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന പേര് വരാൻ തന്നെ കാരണം സിന്ധു നദിയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഹാരപ്പ, മോഹൻജോദാരോ കൊണ്ടുവരെ പഠിക്കുന്നതാണ് സിന്ധു നദിയുടെ സംസ്കാരം. കൊച്ചിലെ ക്ലാസ് പോലെ നമ്മൾ പഠിക്കുന്നതാണ്. അതൊക്കെ നിലനിന്നിരുന്നത് ഈ സിന്ധു നദിയുടെ തീരത്താണ്. ഹാരപ്പ സംസ്കാരം നിലനിന്നിരുന്നത് മോഹൻജോദാരോ രീതിയുടെ ഭാഗത്തോടെ എല്ലാം സിന്ധുവിൽ തന്നെയാണ് കൂടുതലും സിന്ധു നദിയുടെ സംസ്കാരം. ഓർത്ത് നോക്കുക, ഇതാണ് സിന്ധു നദിയിലെ പ്രധാനമായ കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, ഉത്ഭവസ്ഥാനം നമ്മൾ പറഞ്ഞു ടിബറ്റിലെ മാനസരോവർ. കൂടുതലും പാകിസ്ഥാനിലാണ്. പാകിസ്ഥാൻ ദേശീയ നദിയാണ്, ജീവരേഖയാണ്. 2180 കിലോമീറ്ററോളം പാകിസ്ഥാനിലാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കരാർ വെച്ചിട്ടുണ്ട്. സിന്ധു നദി ജല കരാറുണ്ട്. 1960 സെപ്റ്റംബർ 19 ജവഹർലാൽ നെഹ്റു, അയൂബ് ഖാൻ. ഇത് കരാർ പ്രകാരം 20% വെള്ളം മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ.
പിന്നെ ഇത് പോകുന്നത് ചില്ലാർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്. ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സിന്ധു. ലഡാക്ക്, സസ്കർ എന്നീ നിലകൾക്കിടയിലൂടെ ഒഴുകുന്ന പാവം പെൺകുട്ടിയാണ് സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന നമ്മുടെ വീടിന് പടിഞ്ഞാറ് ഒഴുകുന്ന വീടിന് പടിഞ്ഞാറ് ലയിച്ച് സിന്ധു ചേച്ചി ഓർത്ത് നോക്കുക. അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയ നദി സിന്ധു തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്, സിന്ധുവിനെ പറ്റിയുള്ളത് കൂടുതലായിട്ട്. അപ്പോൾ ഇനി അടുത്തതിൻ്റെ പോഷക നദികളാണ്. അറിയാം നമുക്ക്, അത് അടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞുതരാം. പോഷക നദികൾ, അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കാം.